WSSൻ്റെ അടുത്ത പ്രോബ്ലമാണ്. ടു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ഡിഫൈൻഡ് ബൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ആൻഡ് വൈ ഓഫ് ടി ഈക്വൽ ടു ബി കോസ് ഒമേഗ ടി മൈനസ് എ സൈൻ ഒമേഗ ടി. Show that x of t and y of t are jointly wide sense stationary if a and b are uncorrelated random variable with zero means and the same variance and omega is constant. ഇവിടെ ഒരു റാൻഡം പ്രോസസ്സ് അല്ല തന്നിരിക്കുന്നത്, രണ്ട് റാൻഡം പ്രോസസ്സ് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടിയും തന്നിട്ടുണ്ട്, വൈ ഓഫ് ടിയും തന്നിട്ടുണ്ട്. നമുക്ക് ഒരു റാൻഡം പ്രോസസ്സ് തന്നിട്ട് WSS ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാണിച്ചാൽ മതി? എക്സ്പെക്റ്റേഷൻ കോൺസ്റ്റൻ്റ് ആണെന്നും അതുപോലെ തന്നെ ഓട്ടോ കോറിലേഷൻ അല്ലേ, ആർ ഓഫ് T1 T2 എന്ന് പറയുന്നത് T1 മൈനസ് T2ൻ്റെ ഫങ്ഷനായിട്ടും കാണിച്ചാൽ മതി. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് റാൻഡം പ്രോസസ്സാണ്, ഒന്ന് എക്സ് ഓഫ് ടിയും രണ്ടാമത്തെ വൈ ഓഫ് ടിയും. അപ്പം ഇവിടെ എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ജോയിൻലി WSS ആണെന്ന് കാണിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി WSS ആണെന്ന് കാണിക്കണം. എക്സ് ഓഫ് ടി WSS ആണെന്ന് എങ്ങനെ കാണിക്കണം? എക്സ് ഓഫ് ടിയുടെ എക്സ്പെക്റ്റേഷന് കോൺസ്റ്റൻ്റ് ആണെന്നും ഓട്ടോ കോറിലേഷൻ T1 മൈനസ് T2ൻ്റെ ഫംഗ്ഷൻ ആണെന്നും കാണിക്കുക. അതുപോലെ തന്നെ സിമിലർലി വൈ ഓഫ് ടി എന്താണെന്ന് കാണിക്കണം? WSS ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ആദ്യം എക്സ് ഓഫ് ടി WSS ആണെന്ന് പ്രൂവ് ചെയ്യുക, ദെൻ വൈ ഓഫ് ടി WSS ആണെന്ന് പ്രൂവ് ചെയ്യുക. വൈ ഓഫ് ടി WSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഓഫ് ടി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആർ ഓഫ് T1 T2 ഇൻ ദ ബേസ് ഓഫ് വൈ ഓഫ് ടിയുടെ ബേസിലുള്ള ആർ ഓഫ് T1 T2 എന്തായിരിക്കണം? T1 മൈനസ് T2ൻ്റെ ഫംഗ്ഷൻ ആയിരിക്കണം. പിന്നെ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷൻ ഓഫ് എക്സ് വൈ. എക്സിൻ്റെ ഓട്ടോ കോറിലേഷനും വൈയുടെ ഓട്ടോ കോറിലേഷനും സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇനി ആർ എക്സ് വൈ ഓഫ് T1 T2, നേരത്തെ ആർ എക്സ് എക്സ് T1 T2 ആർ വൈ വൈ T1 T2മാണ് ആദ്യത്തേതിനകത്ത് WSS ആണെന്ന് കാണിക്കുന്നത്. പക്ഷേ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ആർ എക്സ് വൈ ഓഫ് T1 T2 ഈസ് എ ഫങ്ഷൻ ഓഫ് T1 മൈനസ് T2. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ആർ ജോയിൻലി WSS if x of t is WSS and y of t is WSS. Second case r xy, that is autocorrelation of xy T1 T2 is a function of T1 minus T2. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇത് if a and b are uncorrelated random variable with zero means and the same variance. എയും ബിയുടെയും പ്രത്യേകത എന്താണ്? സെയിം മീൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം മീൻസ് അൺകോറിലേറ്റഡ് എന്നാണ് തന്നേക്കുന്നത്. സെയിം മീൻസ് ആൻഡ് അൺകോറിലേറ്റഡ് എന്നാണ് ഇവിടെ തന്നേക്കുന്നത് അല്ലേ. എ ആൻഡ് ബി ആർ അൺകോറിലേറ്റഡ് റാൻഡം വേരിയബിൾ വിത്ത് സീറോ മീൻസ് അല്ലേ. സീറോ മീൻസ് ആണ്, സെയിം വേരിയൻസുമാണ്. മീൻസ് സീറോ എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സീറോയാണ്. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സീറോയാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ആൻഡ് ദ സെയിം വേരിയൻസ് എന്താണ്? വേരിയൻസ് ഓഫ് എയും വേരിയൻസ് ഓഫ് ബിയും ഈക്വൽ ആണ് എന്നും തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എയും ഉണ്ട്, വേരിയൻസ് ഓഫ് ബിയും എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ അൺകോറിലേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോറിലേഷൻ ഇല്ല. അൺകോറിലേറ്റഡ് എന്ന് പറയുമ്പം റാങ്ക് സീറോ ആണെന്നാണ് അർത്ഥം അല്ലേ. 6 0, ദറ്റ് ഈസ് കോവേരിയൻസ് ഓഫ് എ ബി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കോവേരിയൻസ് ഓഫ് എ ബി എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് അടുത്തത് തന്നേക്കുന്നത്. കോവേരിയൻസ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോവേരിയൻസ് ഓഫ് എ ബിയുടെ ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ദാറ്റ് ഈക്വൽ ടു സീറോയാണ്. അത് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റയാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എന്ന് കിട്ടും. ബട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എയും എക്സ്പെക്റ്റേഷൻ ഓഫ് ബിയും സീറോ ആണെന്ന് നേരത്തെ കേസിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബിയും എന്തായി മാറും? സീറോ ആയിട്ട് മാറും. അപ്പം നമുക്കിവിടെ WSS ആണ്, ജോയിൻലി WSS ആണ് പ്രൂവ് ചെയ്യാനെങ്കിലും ആദ്യം തന്നിരിക്കുന്ന ഡേറ്റകളെല്ലാം വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതി നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ് പറഞ്ഞേക്കുന്നത്?
എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ജോയിൻലി വൈഡസൺ സ്റ്റേഷനറി ആണ്. ഈഫ് എപ്പോഴാണ് എ ആൻഡ് ബി ആർ അൺകോറിലേറ്റഡ്, എയും ബിയും അൺകോറിലേറ്റഡ് ആയിരിക്കുക വിത്ത് സീറോ മീൻസ് ആയിരിക്കും ആൻഡ് സെയിം വേരിയൻസ്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈക്വൽ ടു സീറോ, രണ്ടും സീറോയാണ്. വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബി ആണ്. ആൻഡ് എ ആൻഡ് ബി ആർ കോറിലേറ്റഡ് മീൻസ് കോവേരിയൻസ് ഓഫ് എ ബി ഈക്വൽ ടു സീറോ. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈക്വൽ ടു സീറോ. അത് കൊവേരിയൻസിൻ്റെ ഫോർമുലയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എന്ന് പറയുന്നത്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി, ദാറ്റ് ഈക്വൽ ടു എന്താവും, സീറോ ആയിരിക്കും. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കാര്യവും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് എ വേരിയൻസ് ഓഫ് ബിയുമായിട്ട് ഈക്വൽ ആണല്ലേ. വേരിയൻസ് ഓഫ് എയുടെ ഫോർമുല എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് എയുടെ ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ. അതുപോലെ വേരിയൻസ് ഓഫ് ബിയുടെ ഫോർമുല എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എയും എക്സ്പെക്റ്റേഷൻ ഓഫ് ബിയും സീറോ ആയത് കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഏതുമായിട്ട് ഈക്വൽ ആയിരിക്കും, എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറുമായിട്ട് ഈക്വൽ ആയിരിക്കും. സെക് എ എന്നാണ് അവിടെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഏത് റിസൾട്ടിൽ നിന്ന് കിട്ടിയാണ്, വേരിയൻസ് സെയിം ആണെന്നുള്ള ആ റിസൾട്ടിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്തേക്കുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ. ഇനി നമുക്കിവിടെ എക്സ് ഓഫ് ടി എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി അല്ലേ. എ സൈൻ ഒമേഗ ടി പ്ലസ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്നാണ്. ഒമേഗ എന്താണ്, കോൺസ്റ്റൻറ്റുമാണ്. ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ എക്സ് ഓഫ് ടി WSS ആണോ എന്ന് നോക്കാൻ പോവുകയാണ്. അതിന് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി നമ്മൾ നേരത്തെയൊക്കെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ ഇൻ്റഗ്രൽ ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ ഇതിനകത്ത് റേഞ്ച് തന്നിട്ടില്ല. റേഞ്ച് തരാതെ നമുക്ക് എപ്പോഴെങ്കിലും ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ, റേഞ്ചും തന്നിട്ടില്ല. അതുമല്ല റേഞ്ചിന് കറസ്പോണ്ട് ചെയ്യാൻ ഒന്നും തന്നെ ഡേറ്റ ഇതിനകത്ത് തന്നിട്ടില്ല. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഡയറക്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിക്ക് പകരം എന്ത് കൊടുക്കുക, എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റിയല്ല, ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ സമ്മേഷനോ ഉപയോഗിക്കാൻ ഇവിടെ റേഞ്ച് തന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് റേഞ്ച് തരാത്തത് കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തു. ഇനി എക്സ്പെക്റ്റേഷൻ്റെ പ്രത്യേകത എന്താണ്, ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഒമേഗ കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് ആരാണ്, എയ്ക്കാണ് എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ടത്. സോ കോസ് ഒമേഗ ടി മാറ്റി നിർത്തി നമുക്കറിയാം അതിനകത്ത് റാൻഡം വേരിയബിൾ ആരാണോ അത് ആൾക്കാണ് കൊടുക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ പ്ലസ് സൈൻ ഒമേഗ ടി എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എന്ന് കൊടുത്തു. കാരണം ഒമേഗ കോൺസ്റ്റൻ്റ് ആണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ടി അല്ലല്ലോ നമുക്ക് ഇവിടുത്തെ വേരിയബിളാണോ, അല്ല, ഇവിടെ റാൻഡം വേരിയബിളാണ് എടുക്കേണ്ടത്. സോ ഇവിടെ എയും ബിയുമാണ് ഇവിടുത്തെ റാൻഡം വേരിയബിളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം കോൺസ്റ്റൻ്റ് ഇൻറ്റു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റിനെ വെളിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ മതി. അപ്പോൾ എ കോസ് ഒമേഗ ടിയുടെ എന്താണ്, കോസ് ഒമേഗ ടി ഔട്ട് സൈഡ് നിർത്തി എക്സ്പെക്റ്റേഷൻ ഓഫ് എ പ്ലസ് സൈൻ ഒമേഗ ടി വെളിയിൽ നിർത്തിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എയും എക്സ്പെക്റ്റേഷൻ ഓഫ് ബിയും എന്താണ്, 0 സോ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് ആൻസർ കിട്ടും. ഇനി അതുപോലെ തന്നെ ആർ ഓഫ് T1 T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഓഫ് T1 T2 T1 എക്സ് ഓഫ് T1ഉം എക്സ് ഓഫ് T2ഉം എടുക്കുക. എക്സ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ T റീപ്ലേസ്ഡ് ബൈ T1, എക്സ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ T റീപ്ലേസ്ഡ് ബൈ T2. അപ്പോൾ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോസ് ഒമേഗ T1 പ്ലസ് ബി സൈൻ ഒമേഗ T1 ഇൻറ്റു എ കോസ് ഒമേഗ T2 പ്ലസ് ബി സൈൻ ഒമേഗ T2. എന്നിട്ട് നമുക്കതങ്ങ് പ്രോഡക്റ്റ് നടത്താം അല്ലേ. എ കോസ് ഒമേഗ T1ഉം എന്താണ് എ കോസ് ഒമേഗ T2ഉം കൂടെ വരുമ്പം എ സ്ക്വയർ കോസ് ഒമേഗ T1 ഇൻറ്റു കോസ് ഒമേഗ T2. അടുത്തത് എ ബി കോസ് ഒമേഗ T1 സൈൻ ഒമേഗ T2. അടുത്ത ബി എ സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് ബി സ്ക്വയർ സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2.
അപ്പം നമ്മളിവിടെ അതെല്ലാത്തിനകത്തുനിന്നും കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തി എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയറേ ഉള്ളൂ അവിടെ ആദ്യത്തെ ടേമിൽ. അടുത്തതിനകത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി, അടുത്തതിനകത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എ, നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ. ഇതിനകത്ത് നമുക്കറിയാം ഏതൊക്കെയാണ് 0 എന്ന് നമ്മൾ എടുത്തിരുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് ബി 0 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബിയും എന്തായി മാറും, 0 ആയി മാറും. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ ഈക്വൽ ടു കെ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറിൻ്റെ ടേമുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം എന്തായി മാറും, 0 ആയി മാറും. ആ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയറിനും എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറിനും ഏത് കൊടുക്കുക, കെ എന്നുള്ള വാല്യൂ കൊടുത്ത് കോമൺ ആയിട്ട് നിർത്തി. കെ ഇൻറ്റു കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2. ഇത് ഏത് ഫോർമുലയാണ്, കോസും സൈനും വന്നു, നടുക്ക് പ്ലസ്സുമാണ് കിടക്കുന്നത്. കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2ൻ്റെ ഫോർമുലയാണ്. ഇത് കോസ് ഒമേഗ ഓഫ് T1 മൈനസ് T2. സോ ആർ ഓഫ് T1 T2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. അങ്ങനെ എക്സ് ഓഫ് ടി എന്തായി, WSS ആയി. എക്സ് ഓഫ് ടി WSS ആയി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 20 മാർക്കിന് വേണേൽ നമ്മളോട് ചോദിക്കാം കേട്ടോ. ഇവിടെ എക്സ് ഓഫ് ടി WSS ആയി. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്ത് കാണിക്കണം, ഞാൻ ഇവിടെ സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്ത് ചെയ്യണം, വൈ ഓഫ് ടിയും എന്താണെന്ന് കാണിക്കണം, WSS പ്രോസസ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ്, ഇതുപോലെ തന്നെയാണ് വൈ ഓഫ് ടി WSS ആണെന്ന് കാണിക്കുന്നത് കേട്ടോ. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എന്താണ്, ഇനി ഓട്ടോ കോറിലേഷൻ ഓഫ് XY എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 എന്നാണ് കാണിക്കേണ്ടത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2 അല്ല ഇവിടെ വരുന്ന വൈ ഓഫ് T2 എന്നാണ് കൊടുക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു വൈ ഓഫ് T2. അപ്പം എ കോസ് ഒമേഗ T1 പ്ലസ് ബി സൈൻ ഒമേഗ T1 ഇൻറ്റു ബി കോസ് ഒമേഗ T2 മൈനസ് എ സൈൻ ഒമേഗ T2ൻ്റെയാണ് എക്സ്പെക്റ്റേഷൻ എടുക്കേണ്ടത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ അത് സ്റ്റെപ്പ് കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല, എല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എ വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ വരും. അവിടെയും എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബിയും ബി എയും 0 ആയി മാറും. എ സ്ക്വയറും ബി സ്ക്വയറിൻ്റെയും എക്സ്പെക്റ്റേഷന് കെ എന്നുള്ള വാല്യൂ കൊടുക്കുക. കെ കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പം സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 മൈനസ് കോസ് ഒമേഗ T1 സൈൻ ഒമേഗ T2 എന്ന് കിട്ടും അല്ലേ. അതെന്ന് പറയുന്നത് സൈൻ ഒമേഗ T1 മൈനസ് T2ൻ്റെ ഫോർമുലയാണ്. സൈൻ എ മൈനസ് ബിയുടെ ഫോർമുലയാണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ആ ഫോർമുലയാണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. അന്നേരം എന്താണ്, ദ ഗിവൺ എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ജോയിൻലി WSS പ്രോസസ്. ജോയിൻലി WSS ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ജോയിൻലി WSS ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ റാൻഡം പ്രോസസ്സ് WSS ആണെന്ന് കാണിക്കണം, രണ്ടാമത്തവും WSS ആണെന്ന് കാണിക്കുക. ഇതിന് ശേഷം എന്ത് കാണിക്കുക, രണ്ടിൻ്റെയും കൂടെ ഓട്ടോ കോറിലേഷൻ T1 മൈനസ് T2ൻ്റെ ഫംഗ്ഷനായിട്ട് കാണിക്കുക. അതാണ് ജോയിൻലി WSS പ്രോസസ്സ്.